إله إلا الله ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم تجري من تحتهم الأنهار في جنات النعيم دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. المسلم أخو المسلم لا يخونه ولا يكذبه ولا يخذله. كل المسلم على المسلم حرام عرضه وماله ودمه. التقوى هاهنا بحسب امرئ من الشر أن يحقر أخاه المسلم أو كما قال رسول الله. لسلامة الدنيا خصال أربع غفر لجهل القوم منعك تجهلا وتكون من سيب الأناس عيسى ولسيب نفسك للأناس باذلا. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا أغثنا عاملنا. സർവാധരണീയരായ ഉസ്താദുമാർ, മറ്റു പണ്ഡിതന്മാർ,
സ്നേഹ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാനിലെ വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യതയേറിയ 10 അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നാം സംബന്ധിച്ച ഈ പരിപാടി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ രോഗങ്ങൾ ശിഫയാവാനും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാനും നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ദറജ ലഭിക്കാനും പറ്റിയ ഒരു കർമ്മമായി അള്ളാഹു ഈ മജ്ലിസ് കബൂൽ ചെയ്തു തരുമാറാവട്ടെ. ഈ സദസ്സിലും ഇത് ഓൺലൈനിലുമായൊക്കെ ശ്രദ്ധിക്കുകയും ഇതിൽ പങ്കുകൊള്ളുകയും സഹകരിക്കുകയും ചെയ്യുന്ന എത്രയോ മുഅ്മിനുകൾ ലോകതലത്തിൽ, അള്ളാഹു അവർക്കൊക്കെയും ബറക്കത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാം ഖമറുൽ ഉലമ ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മെ പഠിപ്പിച്ച പല ഉസ്താദുമാരും ഇന്ന് ഇവിടെ ഇല്ല, നമ്മോടൊപ്പം ഇല്ല. പലരും മരണപ്പെട്ടുപോയി. മഹാനായ ബഹുന്യരായ നെല്ലിക്കുത്ത് ഉസ്താദ് അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അലനെല്ലൂർ അബ്ദുള്ള ഉസ്താദ് അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. എടക്കുളം അബ്ദുൽ ലത്തീഫ് ഉസ്താദ് അള്ളാഹു ദറജ ഉയർത്തി സമാധാനമായ വലിയ ദറജ അള്ളാഹു നൽകട്ടെ. അതുപോലെ രോഗികളായി വീടുകളിലുള്ള എത്രയോ ഉസ്താദുമാർ, നമ്മുടെ പ്രിയങ്കരരായ ഉസ്താദുമാർ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ഈ സ്ഥാപനത്തിൻ്റെ സഹകാരികൾ, ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ആരെല്ലാമുണ്ട് അവർക്കൊക്കെ അല്ലാഹു തആല ഒരുപാട് ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ്, നാം പരിശുദ്ധ ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. ഇസ്ലാം ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും മതമാണ്. ഇസ്ലാമിൻ്റെ ഇലാഹ്, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം, ഇലാഹ്, ആരാധ്യനായ ആൾ ഒരാളാണ്. അത് അല്ലാഹുവാണ്. അല്ലാഹു അഹദാണ്. നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നേതാവ്, മുസ്ലിം ലോകത്തിൻ്റെ നേതാവ്, അത് ഒരാളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൻ്റെ സാംസ്കാരിക കേന്ദ്രം, ധാർമ്മിക കേന്ദ്രം അത് ഒന്നാണ്, പരിശുദ്ധ കഅബാലയമാണ്. ദൈവം ഒന്ന്, ഇലാഹ് ഒന്ന്, നേതാവ് ഒന്ന്, കേന്ദ്രം ഒന്ന്. ഇതിൻ്റെ പുറമെ ലോക മുസ്ലിമുകളുടെ ഇബാദത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത ഭാഷ അതും ഒന്നാണ്, അറബി ഭാഷ. ലോകത്തുള്ള എല്ലാവരെയും അള്ളാഹു ഒറ്റക്കെട്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ രത്നചുരുക്കം പറഞ്ഞാൽ നാം ഒന്നാണ്. ഇസ്ലാം എല്ലാവരെയും ഒന്നായിട്ട് കാണുന്ന മതമാണ്. ഒരു ഇലാഹ്, ഒരു വേദഗ്രന്ഥം, പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ്. ലോകത്ത് ഏത് കോണിൽ ജീവിക്കുന്ന മുസ്ലിമിനും ഗ്രന്ഥം ഒന്നാണ്. ഏത് ഭാഷക്കാരനായാലും, ഏത് ദേശക്കാരനായാലും, ഏത് നിറമുള്ളവനായാലും നിറമില്ലാത്തവനായാലും എല്ലാവർക്കും ഗ്രന്ഥമൊന്ന്, നേതാവ് ഒന്ന്, ഇലാഹ് ഒന്ന്, ഭാഷയൊന്ന്. ഇങ്ങനെ എല്ലാവരെയും അള്ളാഹു ഐക്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്ലാം ഐക്യത്തിൻ്റെ മതമാണ്. ഒരിക്കലും ഭിന്നിപ്പ് ഇസ്ലാമിൻ്റെ അജണ്ടയിലില്ല. ഇസ്ലാമിൻ്റെ പ്രവർത്തന പദ്ധതികളിൽ, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു വിഷയത്തിലും ഭിന്നിപ്പുകൾ, എതിർപ്പുകൾ, രൂക്ഷമായ കലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കുന്ന ഒരു ചുറ്റുപാടിനെയും ഇസ്ലാമിൻ്റെ ബൈലോയിലില്ല, ഇസ്ലാമിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലില്ല, എവിടെയുമില്ല. ഇസ്ലാം എന്ന വാചകത്തിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നതാണ്. സമാധാനം. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമാധാന പ്രേമി, സമാധാനിയായ ആൾ. അവൻ വളരെ ആത്മസംയമനത്തോടെ ഏതു പ്രതിസന്ധികളെയും വളരെ ബുദ്ധിപരമായും സഹനത്തോടുകൂടെയും കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നൊക്കെയാണ് അൽ മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു മുസ്ലിമിൻ്റെ പ്രാർത്ഥന, അവൻ്റെ ഇബാദത്ത്, നിസ്കാരത്തിലും അവൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അവൻ പറയുന്നു, അത്തഹിയാത്തിൽ അള്ളാഹുവിനോട് പറയുന്നത്
അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ, ലോകത്തെമ്പാടുമുള്ള, ലോകത്തൊട്ടാകെ സലാം മാത്രമാണ് നിലനിൽക്കേണ്ടത്, രക്ഷയാണ്, സമാധാനമാണ് പുലർന്നു കാണേണ്ടത്. ഇനി ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിച്ചിരുന്നാലും അവൻ പറയുന്നത് ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവേ, സമാധാനം കൊണ്ട് സജീവമാക്കി തരണം, സമാധാന പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്തി തരണം. സമാധാനം വിട്ടുകൊണ്ടൊരു റൂട്ട് വേണ്ട. ഇനി അവന്റെ നിസ്കാരം കഴിഞ്ഞ് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യമെന്താണ്? ഒരു മുസൽമാന്റെ ലക്ഷ്യമെന്താണ്? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? അല്ലാഹു പറയട്ടെ, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. രക്ഷയുടെ വീട്, രക്ഷയുടെ സങ്കേതം, പരിശുദ്ധ സ്വർഗമാണ് മുസൽമാന്റെ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ അവന്റെ പ്രസ്ഥാനം സമാധാനം. അവനൊരു സമാധാനി. അവന്റെ ഇബാദത്തുകളിൽ, പ്രാർത്ഥനകളിലൊക്കെ അവൻ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും തന്റെ ലക്ഷ്യം സമാധാനമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ സമത്വ സുന്ദരമായ ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഈ ഇസ്ലാം ലോകത്ത് ജനങ്ങൾക്ക് വേണ്ട ഇരുലോക വിജയത്തിന് ആവശ്യമായ മുഴുവൻ പദ്ധതികളും ആവിഷ്കരിക്കപ്പെട്ട വിശുദ്ധ മതമാണ്. എല്ലാം ഇസ്ലാമിലുണ്ട്. ഒരു മുസ്ലിമിന്, ലോകത്ത് ഒരു മനുഷ്യന് രണ്ട് ലോക വിജയം ആഗ്രഹിക്കുന്നവനാണോ എങ്കിൽ അവന് വേണ്ടത് മുഴുവൻ ഇസ്ലാം പറയുന്നു. ഇസ്ലാം സമത്വത്തിന്റെ മതം, ഒരേ രൂപത്തിൽ ഒരുപോലെ നീങ്ങണമെന്ന് പറയുന്ന മതം. അതുപോലെ തന്നെ പാവപ്പെട്ടവനെയും മുതലാളിമാരെയും ഒരുപോലെ നോമ്പെടുപ്പിച്ചുകൊണ്ട് ബിഷപ്പിന്റെ മുറവിളി മുതലാളിക്ക് അനുഭവിക്കാൻ ചാൻസ് കൊടുക്കുന്ന മതം. നിസ്കരിക്കാൻ ജമാഅത്തായി നിൽക്കുമ്പോൾ എത്ര വലിയ VIPസും എത്ര പാവപ്പെട്ടവനും ഒരുപോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പദ്ധതികൾ. ലോകാടിസ്ഥാനത്തിലുള്ള സർവ്വ മുസ്ലിമീങ്ങളെയും ഹജ്ജിന്റെ പേരിൽ പരിശുദ്ധ മക്കയിലേക്ക് വിളിച്ചെത്തിക്കുന്ന പരിശുദ്ധ മതം. എവിടെയും നിങ്ങൾ ഒന്നാണ്, നിങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്ന മതത്തിന്റെ ചില നിയമവശങ്ങളിൽ ചിലത് മാത്രമാണ് നാം ഇവിടെ പറയുന്നത്. സമാധാനം പുലരണമെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ചില കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്, നാം പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തന ഫലങ്ങൾ അറിയുമ്പോഴല്ലേ നമുക്കത് ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരിമാർ ഈ മജ്ലിസിൽ ധാരാളമുള്ളവരാണ്. ഒരുപാട് ഭാവുകങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായി ഞാൻ അർപ്പിക്കുന്നു. അള്ളാഹു നിങ്ങളെയും നമ്മളെല്ലാവരെയും അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മുസ്ലിം മറ്റൊരു മുസ്ലിമുമായുള്ള ബന്ധങ്ങൾ, ബാധ്യതകൾ വളരെ വിലപ്പെട്ടതാണ്. മുസ്ലിമിൽ നിന്ന് ഒരു മുസ്ലിമിന് വേറെ ഒരു സങ്കടവും ഉണ്ടാവാൻ പാടില്ല. ഒരു ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അമ്മായിമ്മയിൽ നിന്ന് മരുമകൾ ഒന്നും അനുഭവിക്കാൻ, വിഷമങ്ങളായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. മരുമക്കളിൽ നിന്ന് പ്രിയപ്പെട്ട ഉമ്മയ്ക്കോ അമ്മായിമ്മക്കോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നാത്തൂന്മാരിൽ നിന്ന് മരുമകൾ കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ പാടില്ല. അങ്ങനെ തുടങ്ങിയാൽ എവിടെയും ഇസ്ലാം സമാധാനം കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. ആരംഭ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ അഖാണ്, അവന്റെ സഹോദരനാണ്. അവന്റെ സഹോദരനാണ്, സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ്, സ്വന്തം അനിയനെ പോലെയാ. ലാ യദ്ലിമുഹു, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കാൻ പാടില്ല. മാത്രവുമല്ല, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരുത്തൻ മൻ കാന ഫീ ഹാജത്തി അഖീഹി, തന്റെ സഹോദരന്റെ ആവശ്യം അത് നിറവേറ്റാൻ വേണ്ടി, തന്റെ സുഹൃത്തിന്റെ കാര്യം നിറവേറ്റാൻ വേണ്ടി ഒരു മുസ്ലിം പ്രയത്നിക്കുന്നുവെങ്കിൽ കാനല്ലാഹു ഫീ ഹാജത്തിഹി, ഇവന്റെ കാര്യങ്ങൾ അല്ലാഹു തആല നിർവഹിച്ചു കൊടുക്കുന്നു. അല്ലാഹു ഇവന്റെ വിഷയങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നു. ഒരു പരോപകാരിയായ മനുഷ്യന്റെ കാര്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കുന്നു. പിന്നെയും അവിടുന്ന് പറയുന്നു, വമൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബ,
നിങ്ങൾ ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ പ്രയാസം തീർത്തു കൊടുത്താൽ, ഒരു മുസൽമാന്റെ വിഷമം നിങ്ങൾ തീർത്തു കൊടുത്താൽ, ഫറജല്ലാഹു അൻഹു ബിഹാ ഖുർബത്തം മിൻ ഖുറബി യൗമിൽ ഖിയാമ, പാരത്രിക ലോകത്തിന്റെ പ്രതിസന്ധികളിൽ, അതിന്റെ പ്രതിസന്ധി കൂട്ടുകളിൽ നിന്ന്, പാരത്രിക ലോകത്തിന്റെ വിഷമതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ്. നിങ്ങൾ മറ്റൊരു മുസ്ലിമിന്റെ പ്രയാസം തീർത്തു കൊടുക്കുമ്പോ പാരത്രിക ലോകത്തിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അത് വളരെ വളരെ ലളിതമായി അള്ളാഹു ചെയ്തു തരുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് പിന്നെയും പറയാ, വമൻ സതറ മുസ്ലിമാ, നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ, മുസ്ലിമായ മനുഷ്യന്റെ ഒരു ഐബ് നിങ്ങൾ മൂടിവെച്ചാൽ, അവൻ എന്തോ ഒരു പോരായ്മയുണ്ട്, എന്തോ ഒരു കുറവുണ്ട്, എന്തോ ഒരു പ്രശ്നം അവനുണ്ട്, പക്ഷേ നിങ്ങൾ അത് ഊതി വീർപ്പിച്ചു വലുതാക്കിയില്ല, പരമാവധി അത് ഒതുക്കി വെച്ചുകൊണ്ട്, അമർത്തി വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, സതറഹുല്ലാഹു യൗമൽ ഖിയാമ, നിന്റെ ഐബുകൾ നാളെ പുറത്തിട്ടുകൊണ്ട് അല്ലാഹു നിന്നെ മോശപ്പെടുത്തുകയില്ല. നീ നിന്റെ മുസ്ലിമായ സുഹൃത്തിന്റെ ഐബുകൾ പരമാവധി അമർച്ച വെക്കാൻ ശ്രമിച്ചതുകൊണ്ട്, മറ്റൊരാളെ ന്യൂനത കുത്തിപ്പൊക്കി കൊണ്ടുവരാതെ പരമാവധി അത് ഒതുക്കി വെച്ചുകൊണ്ട്, ശ്രദ്ധിച്ച് മോനെ, നീ നന്നാവണം, നീ നല്ല നിലക്ക് പോവണം, അവനെ വഷളാക്കാതെ കൈകാര്യം ചെയ്താൽ നിങ്ങളുടെ കുഴപ്പങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ നിങ്ങൾക്കതൊരു ചോദ്യത്തിന്റെ വിഷയമായിട്ടോ, നിങ്ങളുടെ ഐബുകൾ പുറത്തിട്ടുകൊണ്ട് പടച്ച റബ്ബ് നിങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന്, നിങ്ങളുടെ ഐബുകൾ അല്ലാഹു മൂടിവെക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കടപ്പാട് പ്രവാചകൻ പറയുന്നു, ലാ യഖൂനുഹു വലാ യക്ദിബുഹു വലാ യഖ്ദുലുഹു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വഞ്ചിക്കാൻ പാടില്ല, വഞ്ചന പാടില്ല. അതുപോലെ തന്നെ അവനോട് കളവ് പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവൻ പറയുന്നതിനെ കളവാക്കാനും പാടില്ല. അതോടൊപ്പം തന്നെ അവനെ ഒരിക്കലും നിങ്ങൾ ഒരു നിലക്കും അവനെ നിസാരപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഒരു മുസ്ലിമിൽ നിന്ന് വേറൊരു മുസ്ലിമിന് ഉണ്ടായിക്കൂടാ. ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നു, ഇർദുഹു വമാലുഹു വദമു. ഒരു മുസ്ലിമിന്റെ അഭിമാനം നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അഭിമാനത്തെ ധ്വംസിക്കുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ നിങ്ങൾ പറയരുത്. അതുപോലെ തന്നെ അവന്റെ സമ്പത്ത് നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട മുതലാണ്. മുസൽമാന്റെ മുതല് നിങ്ങൾ വളരെ സൂക്ഷിച്ചോളണം. കാരണം അത് പിടിച്ചു പറിക്കേണ്ട മുതലല്ല. അവന്റെ സ്വത്ത് അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവന്റെ മുതല് നിങ്ങൾ പിടിച്ചെടുക്കരുത്. വദമുഹു, അവന്റെ രക്തവും നിങ്ങൾക്ക് ഹറാമാ. അവൻ അടിച്ചു പരിക്കേൽപ്പിക്കാൻ പാടില്ല. അവന്റെ മേൽ ആയുധം അവനെതിരെ പ്രയോഗിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ പറയാൻ, ഒരാൾക്ക് ദോഷമായിട്ട് ഒന്ന് മതിയാകും. എന്താണത്? ബിഹസ്ബിംറിഇം മിനശ്ശർറ്, ശർറിനാൽ ഒരാൾക്ക് മതി. എന്ത് മതി എന്നല്ലേ? അൻ യഹ്ഖിറ അഖാഹാ, മുസ്ലിമായ തന്റെ സഹോദരനെ നിസാരമാക്കൽ മതി ഏറ്റവും വലിയ കുറ്റത്തിന്. ഏറ്റവും വലിയ കുറ്റത്തിന് അത് തന്നെ മതിയാകും. ഒരു മുസൽമാനെ മറ്റൊരു മുസൽമാൻ ഇഹ്തിഖാർ ചെയ്തുകൂടാ, അവനെ ഒരു നിലക്കും പരിഹസിച്ചുകൂടാ. നിങ്ങൾക്കറിയുമോ, ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷിക്കുന്ന രാവുകളിലൂടെ പകലുകളിലൂടെ കടന്നു പോകുന്ന നമുക്കറിയാം. ലൈലത്തുൽ ഖദറിന്റെ കൃത്യ ടൈം അള്ളാഹു പറഞ്ഞിട്ടില്ല, അള്ളാഹു പറയുകയുമില്ല. അത് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്, അള്ളാഹു സ്വീകരിച്ചൊരു നല്ല നിലപാടാണ്. ലൈലത്തുൽ ഖദറിന്റെ ഡേറ്റ് കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു ഉദാഹരണം നോക്കാം. ഉദാഹരണമായി ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ 29-ാം രാവിനാണെന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗം ജനങ്ങളും അവർ മടിയന്മാരായി തീരും. അവർക്ക് ഉന്മേഷം കുറഞ്ഞു പോകും. 29-ാം രാവ് വരെ ടൈമുണ്ടല്ലോ. 29-ാം രാവിന് ഇനി എത്ര ദിവസങ്ങളുണ്ടെന്ന് കരുതി അടിമകൾ മടിയന്മാരാവാണ്ടിരിക്കാൻ എല്ലാ ദിവസവും പ്രതീക്ഷിക്കണം ലൈലത്തുൽ ഖദർ. ഒരുപക്ഷെ ഇന്നാണെങ്കിലോ, ഒരുപക്ഷെ ലൈലത്തുൽ ഖദർ ഇന്നാണെങ്കിലോ എന്ന് എല്ലാ ദിവസവും മുസ്ലിമിന്റെ മനസ്സിലുണ്ടാവാനാണ് അല്ലാഹു തആല ഡേറ്റ് പറയാത്തത്.
ഇതുപോലെ അള്ളാഹു മറച്ചു വെച്ച മറ്റൊരു കാര്യമാണ് സുഹൃത്തുക്കൾ അറിയണം. മുസ്ലിമുകളുടെ കൂട്ടത്തിൽ അള്ളാന്റെ വലിയ ആരാണ്, അത് അള്ളാഹു പുറത്തുവിടാത്ത കാര്യമാണ്. ആരാണ് ഈ കൂട്ടരിൽ അള്ളാഹു പൊരുത്തപ്പെട്ടവരെന്ന്, ആരാണ് നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തമുള്ളവരെന്നത് അള്ളാഹു പുറത്തു പറയാത്തൊരു കാര്യമാണ്. ഈ കൂട്ടത്തിൽ ഉണ്ട്, അള്ളാഹു പൊരുത്തപ്പെട്ടവരുണ്ട്. എവിടെയോ അവരുണ്ട്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖഫുൽ ഫിതനാ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഔലിയാക്കൾ ലോകത്തെവിടെയുമുണ്ട്. പക്ഷെ അത് അള്ളാഹു ആരാണെന്ന് പറയാത്തൊരു വിഷയമാണ്. 40 പേര് കൂടിയാൽ, മുസ്ലിമീങ്ങൾ കൂടിയാൽ അവിടെ ഒരു വലിയുണ്ടെന്നാണ്. പക്ഷെ ആരാണെന്നത് അള്ളാഹു പരസ്യപ്പെടുത്തുന്നില്ല. ഇന്നിവിടെ പ്രഭാഷണത്തിനെത്തിയ സഹോദരിമാർ നിരവധിയുണ്ട്. അവരെ കൂട്ടത്തിൽ എവിടെയോ അള്ള പൊരുത്തപ്പെടുന്ന ആളുണ്ട്. എന്തിനാണ് അള്ളാഹു അങ്ങനെ വെച്ചത്? മഹാന്മാർ വിവരിക്കുന്നു. ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ അള്ളാഹു വെച്ചത് എല്ലാവർക്കും തമ്മിൽ ബഹുമാനമുണ്ടാകണം. ഒരാളുടെ മനസ്സിലും വേറെ ഒരാൾ അത്ര പോരാ എന്ന് തോന്നാൻ പാടില്ല. എല്ലാവർക്കും അപരനെ കുറിച്ച്, മറ്റൊരാളെ കുറിച്ച് എന്നെക്കാൾ നല്ലത് അയാളാണ്, എന്നെക്കാൾ നല്ലത് അവളാണ്, എന്നേക്കാൾ ഉചിതം അവളുടെ പ്രവർത്തനമാണ്, ഞാനൊന്നുമല്ല. ഈ ഒരു ചിന്ത വിശ്വാസിയുടെ കൽവിൽ നിലകൊള്ളാനാണ് അള്ളാഹു അങ്ങനെ ഒരു സമീപനം കൈക്കൊണ്ടത്. ആളാരാണെന്ന് പറയുന്നില്ല. നിങ്ങൾക്കറിയുമോ, മഹാനായ മുഹമ്മദ് അബൂ ജരീർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ മുഹമ്മദ് ബിൻ ജരീർ റളിയല്ലാഹു അൻഹു തങ്ങൾ, അദ്ദേഹത്തെ കുറിച്ച് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അദ്ദേഹം ജോലി ചെയ്യുന്ന വളരെ വിപുലമായ പള്ളിയിൽ മഗ്രിബിന്റെ സമയത്ത് അപരിചിതനായ ഒരാളെ അവിടെ കാണാനിടയായി. ആ മനുഷ്യൻ ഒരു വാതിലിന്റെ സൈഡിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ആരോടുമൊന്നും സംസാരിക്കുന്നില്ല, ആളുകളോടൊന്നും ഇടപഴകുന്നില്ല. വേറിട്ട് നിൽക്കുന്ന, ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരാളെ മുഹമ്മദ് ബിൻ ജരീർ റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം അത്ര തന്നെ ഗൗനിച്ചില്ല. ഇതാരോ ആയിരിക്കാം, ഏതോ വഴിപോക്കനാകാം എന്ന നിലക്ക് അവിടെ ഇട്ടതാണ്. ഇശാ ജമാഅത്ത് കഴിഞ്ഞിട്ടും ഇദ്ദേഹം ആ ഇരുത്തം തന്നെ അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഇയാളൊന്നും പറയുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. അദ്ദേഹം ഒരു ഇരുത്തം തന്നെ. മുഹമ്മദ് ബിൻ ജരീർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വളരെ നേരം ഞാൻ അദ്ദേഹത്തെ വീക്ഷിച്ചു. പക്ഷെ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ഏതോ ആളായിരിക്കുമെന്ന നിലക്ക് ഞാൻ അന്ന് എനിക്ക് അമീറിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം. പൗരപ്രധാനിയായ ഒരാളുടെ വീട്ടിൽ എനിക്ക് ആഹാരമുണ്ട്. അപ്പൊ അങ്ങോട്ട് ചെല്ലണമെന്ന് അയാളുടെ ക്ഷണമുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാനിരിക്കുകയാണ്. അപ്പോഴാണ് ഇറങ്ങി വരുന്ന വരവിൽ പള്ളിയിൽ നേരത്തെ വന്നിരിക്കുന്ന അപരിചിതനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ വെറുതെ ഒന്ന് അയാളോട് സാന്ദർഭികമായി, അങ്ങനല്ലേ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ വരുന്നോന്നൊന്ന് ചോദിക്കലൊരു സാമൂഹ്യ മര്യാദയല്ലേ, ഒരു സഹോദര സ്നേഹമല്ലേ എന്ന നിലയ്ക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കിന്ന് ഭക്ഷണം ഇവിടെ ഒരാളുടെ വീട്ടിലാണ്, ഞാൻ അങ്ങോട്ട് പോവാണ്, നിങ്ങൾ എന്റെ കൂടെ വരുന്നോ എന്ന് വെറുതെ ഒരു കമ്പനി ലെവലിൽ ചോദിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഇയാളെ മറുപടി, ഞാൻ വരുന്നില്ല, എനിക്ക് അലീസ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, അലീസ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. സുബ്ഹാനല്ലാഹ്. നോക്കണം നിങ്ങള്, ഞാൻ വരുന്നില്ല എന്നല്ല പറയുന്നത്, ഞാൻ വരുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കഴിച്ചിട്ട് വരുമ്പോ എനിക്കുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരണം. മുഹമ്മദ് ബിൻ ജരീർ റളിയല്ലാഹു അൻഹു നല്ല ആളാണ്, വ്യക്തിത്വമാണ്, നല്ല മനുഷ്യനാണ്, ക്ലേശമുള്ള ആളല്ല. അദ്ദേഹം പറയാണ്, എനിക്ക് ചെറിയൊരു ചടപ്പ് തോന്നി. കാരണം ഞാൻ പോയിട്ട് നിങ്ങൾ വരുന്നോ എന്നുള്ള ഒരു സമ്മതല്ലേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഇയാൾ ഇങ്ങനെ പ്രതികരിക്കുമെന്നത് പ്രതീക്ഷിച്ചില്ല. ഞാനൊന്നും പ്രകടിപ്പിച്ചില്ല. ഞാൻ അവിടുന്ന് പുറപ്പെട്ടു. മുതലാളിയുടെ വീട്ടിലെ അനർഘമായ വലിയ സൽക്കാരങ്ങൾക്ക് ശേഷം ഞാൻ കുറെ നേരം സംസാരിച്ചിരുന്നു. വളരെ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് പോന്നു. പക്ഷെ ഈ ഫക്കീറിന്റെ കാര്യം എന്നോട് മറന്നുപോയി. ഇദ്ദേഹം ഇവിടെ അലീസ കാത്തിരിക്കുന്ന വിവരം എന്നോട് മറന്നുപോയി. ഞാൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ മറന്ന് പള്ളിയിലേക്ക് കയറിയപാട് ഇയാളെ കണ്ടപ്പോഴേക്ക് എന്റെ മനസ്സ് വേദനിച്ചു. ശരിയാണ് അല്ലാഹുവേ, സത്യത്തിൽ ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല, അങ്ങനെ ഒരു പരിപാടി എന്റെ മനസ്സിലില്ല. പക്ഷേ ഇങ്ങനെയാണ് വന്നു ചേർന്നത്. എന്നാ പിന്നെ ഒരു പണി ചെയ്യാം, അയാൾ എന്നെ കാണണ്ട, അയാൾ എന്നെ കണ്ടെങ്കിലല്ലേ വിഷയമുള്ളൂ. ഞാൻ അവിടുന്ന് വഴി മാറി എന്റെ റൂമിലേക്ക്, ഞാൻ കിടക്കുന്ന താമസിക്കുന്ന ഭാഗത്തേക്ക് വന്നു.
മഹാനവറുകൾ പറഞ്ഞു, കഥകടച്ചു രക്ഷപ്പെട്ടു, ഇനി അയാൾ എന്നെ കാണുകയില്ലല്ലോ. അയാൾ അലിസ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ കൊണ്ടക്കൊടുക്കേണ്ടതില്ലല്ലോ. ഞാൻ റൂമടച്ച് കഥകടച്ചിരുന്നു. എനിക്ക് ചിലപ്പോഴൊക്കെ ചില രാത്രികളിൽ ഒരുപാട് വളീഫകളുണ്ട്. ഞാൻ അല്ലാഹുവിന് വേണ്ടി ചെയ്തു തീർക്കുന്ന പതിവായി ചെയ്യുന്ന അമലുകളുണ്ട്. ആ കൂട്ടത്തിൽ കുറെ നേരം ഞാൻ കരഞ്ഞിരിക്കും, കുറെ നേരം ഞാൻ ഖുർആനോദും, കുറെ നേരം ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഉറക്ക് അനുഭവപ്പെടുന്നു. അതിശക്തമായ ഉറക്ക്, എന്നെ മറിച്ചിടുന്ന രൂപത്തിലുള്ള ഉറക്ക്. എന്നാ പിന്നെ നല്ലത് കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് ആ ക്ഷീണം തീർത്തിട്ട് ആക്കാം ബാക്കിയുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഉറങ്ങാനങ്ങ് കിടന്നിട്ടേ ഉള്ളൂ. ഞാൻ ഉറങ്ങാൻ കിടന്നിട്ടേ ഉള്ളൂ. അപ്പോഴേ കഥാ എന്റെ മെഹബൂബ് റബ്ബിൽ അലമീൻ നഅം സറാത്തൈതു മൻ അഹ്വാ ഫഅറഖനി അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ എന്നെ സമീപിച്ചു പോയി. എന്റെ അടുത്ത് വന്നു, ഓ മുഹമ്മദ് ബിൻ ജരീർ. ഞാൻ ഉടനെ തന്നെ ചാടി എണീറ്റു, പ്രവാചകനോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഞാൻ സലാം പറഞ്ഞപ്പോ പ്രവാചകൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. തിരുനബി ഒരു അധ്യാപന സ്വഭാവമുള്ളത് കൊണ്ട് എന്റെ സലാം മടക്കുന്നില്ല. നബിതങ്ങൾ തല വലതോട്ട് തിരിച്ചു കളഞ്ഞു. പ്രവാചകൻ എന്നെ നേരെ എതിരിൽ തിരിഞ്ഞു നിന്നു. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്റെ സലാം മടക്കാത്തതെന്തേ? നബിതങ്ങൾ എന്റെ അവിടുന്ന് തന്നെ തിരിച്ചിട്ട് നേരെ ഇപ്പുറത്തേക്ക് പ്രവാചകൻ തിരിഞ്ഞു നിന്നു. മുത്തുനബി എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് എന്നോടെന്തോ ഒരു പൊരുത്തക്കേട് വന്നതുപോലെ, മദീനയുടെ രാജകുമാരൻ എന്തോ ഒരു വിഷമം കുടുങ്ങിയതുപോലെ ഇന്നുവരെ ഇല്ലാത്തൊരനുഭവമാണത്. ഞാൻ ചോദിച്ചു, നബിയേ, ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇന്നുവരെ നിങ്ങൾ എന്നോട് ചെയ്തിട്ടില്ലാത്ത ഒരു സമീപനമാണല്ലോ പ്രവാചകരെ. അപ്പോഴാണ് തിരുനബിയുടെ മറുപടി വരുന്നത്. എന്റെ ഒരു ഫഖീർ, എന്റെ ഒരു മുഹിബ്, എന്റെ ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ നിങ്ങളോടൊരു അലിസ ചോദിച്ചിട്ടൊരാഗ്രഹം പ്രകടിപ്പിച്ചിട്ട്, മുഹമ്മദ് ബിൻ ജരീറെ, നിങ്ങളത് ചെയ്തു കൊടുത്തില്ലല്ലോ. നിങ്ങളത് ചെയ്തില്ലല്ലോ. എന്റെ ഒരാൾ വന്ന് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ മഹാനായ മുഹമ്മദ് ബിൻ ജരീർ തങ്ങൾ അങ്ങ് എണീറ്റു. അദ്ദേഹം പറയുന്നു, എന്റെ സ്വപ്നം തന്നെ ഞാൻ ഞെട്ടി ഉണർന്നുപോയി. ഞാനതാ വാതിൽ തുറന്നു ഉടനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. അയാൾ ഇരുന്ന സ്ഥലം നോക്കുമ്പോ അയാൾ അവിടെ കാണുന്നില്ല, ആ ഫക്കീറിനെ അവിടെ കാണുന്നില്ല. ഞാൻ അവിടെ തന്നെ തെരഞ്ഞു നോക്കുമ്പോ ഇയാൾ ഇറങ്ങി പോവാനുള്ള പരിപാടിയാണ്, പള്ളിയിൽ നിന്ന് നടന്നു നീങ്ങാനുള്ള പരിപാടിയാ. ഉടനെ ഓടിച്ചെന്ന് ഞാൻ ആ മഹാന്റെ മുന്നിൽ പറഞ്ഞു, എന്നോട് പൊരുത്തപ്പെടണം, എന്നോട് നിങ്ങൾ മാപ്പാക്കണം. നിങ്ങൾ ഇത്ര വലിയ ഒരു ആധിക്യമുള്ള ആളാണെന്നത് അറിഞ്ഞില്ല, നിങ്ങൾ ഇത്ര വലിയ ആളാണെന്നത് അറിഞ്ഞില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് കുറഞ്ഞ നേരം കൂടെ ഒന്ന് കാത്തുനിന്നാൽ, ഒരല്പനേരം നിങ്ങൾ ഇവിടെ നിൽക്കാൻ മനസ്സു കാണിക്കുമെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് നിങ്ങൾക്കത് കൊണ്ടെത്തരാ. അപ്പോഴല്ലേ വന്ന ആളുടെ മനസ്സ് ഒന്നുകൂടെ വിശാലമാണ്, കരുതിയതിലപ്പുറമാണ്. ആ മഹാൻ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ ഈ മഹാന്റെ ഉറക്കിൽ കണ്ട സ്വപ്നമാണ് ആ മഹാൻ എടുത്തു പറയുന്നത്. നിങ്ങളോട് ഞാൻ നേരത്തെ എനിക്കൊരു അലീസ വേണമെന്ന് പറഞ്ഞത് എന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾ എനിക്ക് അലീസ ഇങ്ങോട്ട് എത്തിച്ചു തരാമെന്ന് പറയുന്നത് മുത്തുനബി പറഞ്ഞിട്ടല്ലേ, സ്വാലിഹീങ്ങളുടെ റെക്കമെൻഡ് കൊണ്ടല്ലേ, മഹാന്മാരുടെ ഇടപെടൽ കൊണ്ട് കൊണ്ടുതരുന്നതല്ലേ. അത് ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല. അത് എനിക്ക് വേണമെങ്കിൽ ഞാൻ പിന്നീട് വാങ്ങുമത് അവരോട് ഞാൻ നേരെ നാളെ മഹ്ശറയിൽ വാങ്ങിക്കോളും. എനിക്ക് തരേണ്ടത് അവിടെയാണ്, ഭൗതിക ലോകത്തല്ല എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് ബിൻ ജരീർ റളിയല്ലാഹു അൻഹു
ചിന്തിക്കുന്ന അല്ലാ, ഇതാരാണ് റബ്ബേ? ഞാൻ എന്റെ റൂമിൽ തിരുനബിയുമായി നടന്ന സംഭാഷണം, എന്റെ വിഷയത്തിൽ പ്രവാചകൻ ഇടപെട്ട വിഷയം, എന്റെ വിഷയത്തിൽ ഒരു പരിഹാരമായി നബിതങ്ങൾ നിർദ്ദേശിച്ചത് എല്ലാം ഇയാൾ ഇവിടുന്ന് വിളിച്ചു പറയുന്നു. ഇതൊരു വലിയ മഹാനാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് കൂട്ടുകാരെ, ഇതുപോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം അപരനെ കുറിച്ച് നല്ല ചിന്താഗതി വേണം. അയാൾ എന്നെക്കാണ് നല്ലതാണ്, ഞാനാണ് മോശം, ഞാനാണ് പുറകിലുള്ളത്. ഒരൊറ്റ മുസ്ലിമിനെ കുറിച്ചും ചീത്ത ചിന്ത പാടില്ല. ഒരൊറ്റ ആളെക്കുറിച്ചും ഒരു ദുഷിച്ച ചിന്താഗതി മനസ്സിൽ പാടില്ല. പരമാവധി വളരെ നല്ല ചിട്ടയിലും മട്ടത്തിലും ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം സഹോദരിമാരുള്ള മജ്ലിസാണ്. ഉമ്മമാരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ മരുമക്കളെ കുറിച്ച് എപ്പോഴും നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു തെറ്റായ നിലപാട്, ഒരു തെറ്റായ ചുറ്റുപാട്, തെറ്റായ ചിന്താഗതി നമുക്കുണ്ടാവാൻ പാടില്ല. ഒരിക്കൽ നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകൾ, ഉസ്താദിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ, ഉസ്താദ് പറയുണ്ടായി, ഒരിക്കല് ഒരു പെണ്ണ് വല്ലാണ്ട് പ്രയാസപ്പെട്ടു. ഉദാഹരണമാണ്, വല്ലാണ്ട് പ്രയാസം, അമ്മായിമ്മനെ കൊണ്ടുള്ള ശല്യം നിർത്താൻ കഴിയുന്നില്ല, ശല്യം തുടരുക തന്നെ. അപ്പൊ ഒരു പരിഹാരം എന്നോണം ഒരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് ഈ പെണ്ണ് ഒരു സമാധാനത്തിന് എന്തെങ്കിലും വഴി അന്വേഷിച്ചു. പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ധാരാളം ചൊല്ലുക. ഇഷ്ടം പോലെ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ അമ്മായിമ്മന്റെ കുഴപ്പം അത് പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ പാവപ്പെട്ട മരുമകൾ വീട്ടിലെത്തി. പാവമാണ്, വളരെ നല്ലവളാണ്. അവൾ വീട്ടിലെത്തിയിട്ട് 24 മണിക്കൂർ എന്നോണം ഇത് തന്നെ ദിക്ർ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, ഇത് തന്നെ ചൊല്ലുകയാണ്. അപ്പൊ അമ്മായിമ്മ അങ്ങനെ ശ്രദ്ധിച്ചത്, എന്താ ഇവളി ചൊല്ലുന്നത്, എന്താ ഇവളി പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുമ്പോ അമ്മായിമ്മന്റെ മനസ്സിന്റെ മോശം കൊണ്ട് അമ്മായിമ്മക്ക് ചിന്ത വരുന്നത് ഞാനും ഓനും കയ്യൂന്ന. മനസ്സിലായില്ല? യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുമ്പോ ഞാനും ഓനും കയ്യൂന്നാണ് അമ്മായിമ്മക്ക് മനസ്സിൽ വരുന്നത്. കാരണം അമ്മായിമ്മന്റെ മനസ്സിൽ അതാണുള്ളത്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് മരുമോള് ചെല്ലുമ്പോ അമ്മായിമ്മന്റെ മനസ്സിൽ ഞാനും ഓനും കയ്യും, ഞാനോനും കയ്യും, ഞാനോനും കയ്യുന്ന. അമ്മായിമ്മ വെറുപ്പിടിച്ചിട്ട് പറഞ്ഞോലോ, അമ്മായിമ്മ ദേഷ്യം പിടിച്ച് പറഞ്ഞു, ഇനി ഓനും മാത്രല്ല എങ്ങനെങ്കിലൊക്കെ ഞാനും കയ്യും എന്ന് അമ്മായിമ്മ ദേഷ്യം പിടിച്ച് പറഞ്ഞു. ഇനി ഓനും മാത്രല്ല എങ്ങനെങ്കിലും ഞാനും കഴിഞ്ഞോളും എന്നാണ് അമ്മായിമ്മ വെറുപ്പിടിച്ച് പറഞ്ഞത്. ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഇവിടെ ഒറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയേണ്ടതില്ല. എല്ലായിടത്തും ഞാൻ പോകുന്ന വഴിയിൽ ഒരൊറ്റ സ്ത്രീകളും അങ്ങനത്തെവരില്ല. കാരണം എന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അത് പറയലേ നടക്കൂ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ സഹോദരിമാരെ, ഇത്തരം കുടുംബ കലഹങ്ങൾക്ക്, ഇത്തരം സാഹചര്യങ്ങൾക്ക് നമ്മുടെ വീട് അതിന് പാത്രമായി കൂടാ. നമ്മുടെ മരുമകൾ അവൾ എപ്പോഴും ആദരവ് അർഹിക്കേണ്ടവരാ, ബഹുമാനം അത് അർഹിക്കുന്നവരാണ്. നമ്മുടെ വീടുകളിൽ അംഗീകാരം കിട്ടേണ്ടവരാണ്. അവർ വെറും ജീവച്ഛവങ്ങളോ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന അതുപോലെ തന്നെ തൊഴിലാളികളോ അല്ല. അവർക്ക് ആദരവ് നൽകേണ്ടതുണ്ട്, അവർക്ക് പ്രത്യേക ബഹുമാനം നൽകേണ്ടതുണ്ട്. ഇസ്ലാം അമ്മായിമ്മമാരോട് പറഞ്ഞതെന്താ? നിങ്ങളുടെ മരുമക്കള് നിങ്ങളുടെ മക്കളാണുമ്മ. നിങ്ങളുടെ സ്വന്തം മകൾ നിങ്ങൾ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട്, ഇതുപോലെ മകന്റെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കേണ്ടതുണ്ട്. ഞാൻ ഇടക്കൊന്ന് പറയാം, അമ്മായിമ്മമാര് ചിലപ്പൊക്കെ ഉണ്ടാവും മരുമക്കളെ കൊണ്ട് ശല്യം സഹിക്കാൻ കഴിയാത്തവര്. അത്തരക്കാരായ ആളുകളോട് ഞാൻ പറയട്ടെ, അമ്മായിമ്മമാരെ, നിങ്ങൾക്കൊരു ഹിക്മത്ത് പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ ചെയ്യേണ്ട. കാരണോ, ഈ വയല് കേൾക്കണിൽ അമ്മായിമ്മയും മരുകളൊക്കെ ഉണ്ടാവും. ഇതൊന്നും ചെയ്യേണ്ട, ചെറിയൊരു നാളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. നിങ്ങൾ മരുമക്കളെ പറ്റി എപ്പോഴും മഹത്വം പറയാ, അതൊരു മരുന്നാണ്. നിങ്ങൾക്ക് തോന്നും അങ്ങനെ പറഞ്ഞാൽ പറ്റുമോന്ന്? പറ്റും. ഏതൊരു പെണ്ണിനെയും മനസ്സ് സ്വാധീനിക്കാൻ അവളെ പുകഴ്ത്തി പറയലേ മാർഗമുള്ളൂ. അത് മരോളായാലും നിങ്ങൾ തന്നെ ആണെങ്കിലും സ്ഥിതി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മരുമകളെ കുറിച്ച് എപ്പോഴും മഹത്വം പറയാ. എങ്ങനെ പറയേണ്ടത്? അയൽവാസികളായ ആളുകളെ കാണുമ്പോൾ, അയൽവാസികളെ തമ്മിൽ കാണുമ്പോൾ പറയാ, പിന്നെ എന്റെ മരുമോള് അവള് വല്ലാത്തൊരു സൽസ്വഭാവിയാണ്, വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ്. അവൾ വന്ന് കയറിയതിന്റെ ശേഷമാണ് എന്റെ വീട്ടിലൊരു സമാധാനം ഉണ്ടായത്, എന്റെ വീടിന് വെളിച്ചമാണ് എന്റെ മരുമകള്. ഇതൊക്കെ പറയണം. ചിലപ്പോ നേരെ എതിരായിരിക്കും, എന്നാലും പറച്ചിൽ ഇങ്ങനെ തന്നെ ആവണം. എന്നാ എന്താണെന്നറിയോ, ഈ അയൽവാസിയായ പെണ്ണ് ക്രമേണ, വല്ലാതൊന്നും സമയം വേണ്ട,
കൂടുതലൊന്നും ടൈം ആവൂല, 48 മണിക്കൂറിന് മുമ്പ് നിങ്ങളെ മരുമോൾക്ക് ഈ വിവരം എത്തിച്ചിട്ടുണ്ടാവും. അത് സ്ത്രീകൾക്കുള്ള ഒരു സ്പെഷ്യൽ കഴിവാണ്, അത് അംഗീകരിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ല. സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേക കഴിവാണത്, അത് അംഗീകരിച്ചു കൊടുക്കാതെ മുസ്ലിം ലോകത്തിന് മനുഷ്യന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. ചിലപ്പോ പറയാം രഹസ്യമായി പബ്ലിക് ആക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി. എങ്ങനെ രഹസ്യമായിട്ടൊരു വിഷയം പബ്ലിക് ആക്കണമെങ്കിൽ അതിന് ഇവരുടെ കഴിവ് മഹത്തരമാണ്, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഒരിക്കൽ തന്നെ നെല്ലിക്കുത്ത് ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, ഉസ്താദ് പറയാണ് സുബ്ഹാനല്ലാഹ്, തന്റെ ഭാര്യയുടെ ഈ പബ്ലിസിറ്റി സ്വഭാവം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു ഉസ്താദ് എന്ന് തന്നെ പറയാം, തന്റെ ഭാര്യ ഇവളുടെ ഈ ദുസ്വഭാവം ഇവക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം പറഞ്ഞു, വീട്ടിൽ വന്ന് വ്യാഴാഴ്ച വീട്ടിൽ വന്നിട്ട് കഥ കടച്ച് റൂമിന്റെ ഉള്ളിൽ ഇരിപ്പായി. 6 മണിക്കൂറിനേക്ക് ആ ഉസ്താദ് പുറത്തു വന്നില്ല. ആരോ ഏതോ ഉദാഹരണമാണ്, ഏത് ഉസ്താദോ ഒന്ന് അന്വേഷിക്കരുത്. അങ്ങനെ 6 മണിക്കൂറിനേക്ക് ഈ പണ്ഡിതൻ പുറത്തു വരുന്നില്ല. ഇദ്ദേഹം കുറെ നേരം കഴിഞ്ഞ് ഭാര്യ കുറെ മുട്ടി നോക്കി, കുറെ വിളിച്ചു നോക്കി, ഒരു അനക്കുമില്ല, ഒന്നുമില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഇയാൾ പുറത്തിറങ്ങി. 6-8 മണിക്കൂറിന്റെ ശേഷം പുറത്തു വന്നപ്പോ ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്, എത്ര മണിക്കൂറായി നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ? അപ്പൊ ഇയാള് പറയാ, അതൊരു പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇത് പള്ളിയിൽ നിന്നാണ് നടക്കല്, ഇത് പള്ളിയിൽ നിന്നാണ് ഉണ്ടാവല്, ഇപ്രാവശ്യം ഇവിടുന്ന് ആയി പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് ചോദിച്ചു, എന്താ സംഭവം? അതൊന്നുമല്ല, അത് ഭാര്യമാരോട് ഒരിക്കലും പറയാൻ പറ്റാത്ത വിഷയമാണ്, പറഞ്ഞാൽ അവരാകെ ഫ്ലാഷ് ആക്കും, വിഷയാവും, ഇത് പുറത്തറിയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇവള് പറഞ്ഞു, അതെന്താ നിങ്ങൾ എന്നോട് അങ്ങനെ പറയുന്നത്? ഞാൻ നിങ്ങളുടെ വധുവല്ലേ, ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ടവളല്ലേ, നിങ്ങൾ എന്നോടല്ലേ പറയേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ പറയണം. അപ്പൊ ഇയാള് പറഞ്ഞു, ദയവ് ചെയ്ത് പെണ്ണുങ്ങളോട് പറയുന്ന സംഭവമല്ലേ ഞാൻ പറയില്ല. അല്ല പറ്റൂല, നിർബന്ധിച്ചപ്പോ അയാൾ പറഞ്ഞു, പിന്നെ വല്ലാഹി ഇതൊരു മനുഷ്യനോട് ഈ പറയരുത് കേട്ടോ, വളരെ രഹസ്യമാണ്, പുറത്ത് പറഞ്ഞാൽ ആകെ വഷളാവേ, എല്ലാരും അറിഞ്ഞ ആകെ ബുദ്ധിമുട്ടാവേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, വല്ലാഹി ഞാൻ ഒരാളോടും പറയൂല എന്ന് പറഞ്ഞപ്പോ ഇയാൾ ജുബ്ബന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കോഴിമുട്ട എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ ഇപ്പൊ വിസർജിച്ചതാണ് ഈ സാധനം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കോഴിമുട്ട ഇടുകയോ? ആ, ഞാൻ കോഴിമുട്ട ഇടുന്ന ഒരാളാണ്. പിന്നെ ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയം പുറത്തു പറയരുത്, ആകെ വഷളാവും. ഇതിങ്ങനെ സംഭവമുണ്ട്, ഇത് ഇങ്ങനെ 6 മാസത്തിലൊക്കെ ഇടക്കിടക്ക് എന്റെ പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇത് പള്ളിയിൽ നിന്നാണ് സംഘടിപ്പിക്കാറുള്ളത്. പക്ഷെ ഇത് ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണ് ഇത് സംഭവിച്ചു പോയതാണ്, ദയവ് ചെയ്തത് പുറത്തു പറയരുത് എന്ന് ഭാര്യയോട് പറഞ്ഞു. ഭാര്യയും പറഞ്ഞു, ശരിയാ, ഇത് പുറത്തു പറയാൻ പറ്റിയ കാര്യമല്ല, ഇത് വളരെ മോശപ്പെട്ടൊരു വിഷയമാണ്, തന്നെ ഞാൻ പറയൂല എന്ന് പറഞ്ഞു. ഇല്ല, 2 ദിവസം കഴിഞ്ഞ് ഇവള് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഇവക്കൊരു കനം, മുഖത്തൊക്കെ കൂടെ ഒരു മാറ്റം. അപ്പൊ സ്ത്രീകളൊക്കെ കൂടി ജമായത്തായിട്ട് ചോദിച്ചു, അല്ല എനിക്ക് എന്ത് പറ്റി? എനിക്കൊന്നുമില്ല, എന്നാലും എന്തോ എനിക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാരും ഈ ഇങ്ങനല്ലല്ല, എന്റെ കണ്ണും മോറും ഇങ്ങനല്ലല്ലോ ഉണ്ടാവല് എന്ന് ചോദിച്ച് ഇവര് പിന്നാലെ കൂടിയപ്പോ ഇവള് സംഭവം രക്ഷല്ല. എല്ലാരും കൂടിയപ്പോ അവള് പറഞ്ഞു, പിന്നെ ഈ വിഷയം നിങ്ങൾ അവൾ പറഞ്ഞു, നിങ്ങളിത് ആരോടും പറയരുത്. എന്റെ മൂപ്പര് അങ്ങനെയും പ്രയാസപ്പെട്ടിട്ടാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളിത് ആരോടും പറയരുതേ, വിഷയം പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞു, അടുത്ത വ്യാഴാഴ്ച ആ ഉസ്താദ് നാട്ടിൽ വന്ന് ബസ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോണ്ട് കുട്ടികളും മുതിർന്നോലും നാട്ടുകാര് മുഴുവൻ, അതാ പോണ നമ്മളെ മുടമൊയിലിയാര്, അതാ പോണ നമ്മളെ മുട ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, ഒരു മഹല്ല് മുഴുവൻ വിഷയത്തിയിരിക്കുന്നു, ഒരു മഹല്ലൊട്ടാകെ വിഷയം. സുബ്ഹാന ജല്ല ജലാലു. ആ മനുഷ്യൻ ഭാര്യനോട് പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പെണ്ണുങ്ങളോടൊരു വിഷയം പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും രഹസ്യമായിട്ട് അത് പബ്ലിക് ആവും. ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടില്ലേ എന്ന് അയാൾ ചോദിച്ചു. ഞാൻ ഇതൊരു സംഭവം ഉസ്താദ് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് സ്ത്രീകൾക്കുള്ള ഒരു വീക്ക്നെസ് ആണ്, ചിലപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാകും. കാരണം ക്ലാസ്സിനൊക്കെ ഒരുപാട് പെട്ടെന്ന് വാർത്ത പുറത്തു പോകാൻ, നമ്മളെ ക്ലാസ്സിൽ ഇത്ര സ്ത്രീകൾ കൂടാൻ അതുകൊണ്ട് ഗുണമുണ്ട്, നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, സഹോദരി, നീ നിന്റെ മരുമകളെ കുറിച്ച് നല്ലത് പറയുമ്പോ നിന്റെ അയൽക്കാരി അവളോട് ചെന്ന് പറയും, നിന്റെ അമ്മായിമ്മക്ക് നിന്നെ വലിയ ഇഷ്ടാണ് കേട്ടോ, അമ്മായിമ്മക്ക് നിന്നോട് വലിയ പൊരുത്തമുണ്ട്, ബഹുമാനമുണ്ട്. ഇന്നലെ എന്നോട് പറഞ്ഞതെന്താണെന്നറിയോ, നീ വന്ന് വീട്ടിൽ കയറിയതിന്റെ ശേഷമാണ് വീട്ടിലൊരു വെളിച്ചൊന്നാ പറയുന്നത് എന്ന് മരുമകൾ അറിഞ്ഞാൽ അവളുടെ 50% ഫിത്ന കുറയും. അമ്മായിമ്മമാരെ, ഇനി മരുമക്കളും ഇതേ പണി തിരിച്ചെടുക്കണം. ഇതൊക്കെ പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി, ഇപ്പൊന്നും പോയി ചെയ്യരുല്ല, നേരെ പ്രതികരണം നേരെ എതിരായി പോവും.
അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്നിട്ട് മരുമക്കള് അമ്മായിമ്മനെ കുറിച്ച് പറയേണ്ടത് അതാണ്. അയൽവക്കത്തെ വീട്ടിലൊക്കെ പോകുമ്പോ അവർ ചോദിക്കും, എന്താ എന്റെ ഉമ്മന്റെ കോലം, ഉമ്മന്റെ സ്വഭാവം എങ്ങനെ? അള്ളാഹിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഉമ്മയാണ്. ഇതുപോലെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഉമ്മയെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വല്ലാത്ത ഉമ്മയാണെന്ന് പറഞ്ഞ് നന്നാക്കി മദ്ഹ് ചെയ്യുക. എന്നാൽ എന്താണെന്നറിയോ, അമ്മായിമ്മനോട് ഈ പറഞ്ഞ ആള് നല്ല കൊടുക്കും, രഹസ്യമായിട്ട് വിവരം കൊടുക്കും. നിങ്ങളെ മരുവൾ നിങ്ങളെ പറ്റി പറഞ്ഞെന്താ അറിയോ, വല്ലാത്തൊരു ഉമ്മയാണെന്ന. ചരിത്രത്തിൽ ഇത്ര നല്ല ഉമ്മ ഇല്ലാന്നാ പറയുന്നത്. എവിടെ നേരെ എതിരായിരിക്കും സംഭവം, പറച്ചിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയാവുമ്പോ ആ അമ്മായിമ്മയെ നിങ്ങൾക്ക് സ്നേഹത്തോടെ കൈകാര്യം ചെയ്യാം. ഇതൊരു നിസ്സാര വിഷയമായി കാണരുത്. ബുദ്ധിപരമായി വളരെ നല്ലതാണ്. ഏതൊരു മനുഷ്യനെയും പുകഴ്ത്തി പറയുന്നത് ഇഷ്ടപ്പെടാത്തവരില്ല, പുകഴ്ത്തി പറയുന്നത് ഇഷ്ടപ്പെടാത്ത മനുഷ്യന്മാരില്ല. പക്ഷെ ആവശ്യത്തിനേ പറ്റൂ. അമിതമായാൽ അമൃതവും വിഷമെന്ന് പറഞ്ഞതുപോലെ അമ്മായിമനെ പൊന്തിച്ച് 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 കൊണ്ടുവരുന്ന അവസാനം സ്വീപ്പാകുന്ന ഗതി വരരുത്. അത് മരുമക്കൾ അതിനനുസരിച്ച ജാക്കിയാണ് തയ്യാറാക്കേണ്ടത്. അത് ഞാൻ മരുമക്കൾക്ക് വിട്ടുകൊടുത്ത് നിങ്ങൾ അമ്മായിമന്റെ കോല എങ്ങനെ അതിനനുസരിച്ചുള്ള കനമുള്ള ജാക്കി വേണം. അല്ലേ, സ്കൂട്ടറിന് ഉപയോഗിക്കുന്ന ജാക്കി കൊണ്ടുപോയിട്ട് കാറിന് നടക്കൂല. അതുപോലെ തന്നെ കാറിൻ്റെത് കൊണ്ട് ആനലോറി പൊന്തൂല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലൈലന്റ് പൊന്തിക്കണമെങ്കിൽ അതിനനുസരിച്ച ജാക്കി വേണം. എന്നതുപോലെ നമ്മുടെ അമ്മായിമന്റെ കോലത്തിനനുസരിച്ച ഒരുക്കങ്ങൾ നമ്മുടെ അടുത്ത് വേണം. ഇനി അതിൻ്റെ അടുക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇതിന്റെ ഇടയിൽ വരുന്ന വേറൊരു വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ കുഴപ്പം. ഒരിക്കൽ നെല്ലിക്കുത്ത് ഉസ്താദ് എന്നെ പറഞ്ഞു, ഉസ്താദ് മർക്കസീന്നാന്ന് തോന്നുന്നു, നേരെ കോഴിക്കോട് സ്റ്റാൻഡിലെത്തിയപ്പോ ഇയാള് പറഞ്ഞു, ഞാൻ നിങ്ങളൊപ്പരം പോരാന്ന്. നിങ്ങൾ എന്തിനാ എന്റെ ഒപ്പരം പോരുന്നത്? നിങ്ങൾ എവിടുക്കാച്ചാലേ ഞാൻ അവിടുക്കാ പോരുന്നു. ഉസ്താദ് പറഞ്ഞു, എനിക്ക് കുറെ കുറ്റിയടിക്കാനുണ്ട്, അവിടെ ഇവിടെയൊക്കെ പോകാണ്ട്, ഞാൻ വീട്ടിൽ എത്തുമ്പോൾ കുറെ ലൈറ്റ് ആവും, നിങ്ങൾ എന്റെ ഒപ്പം പോകുന്ന ഞങ്ങൾ കുടുങ്ങും, എത്ര കുടുങ്ങിയാലും വേളിൽ ഞാൻ നിങ്ങളൊപ്പരാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വിഷയം? നിങ്ങൾ എനിക്കൊരു തകിട് എഴുതി തരണമെന്ന് ഇയാൾ പറയാം. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. എന്താ വിഷയം? ഒന്നല്ല, എന്റെ പെമ്പർന്നോളെ ഒരു നിലക്കും പിടിച്ചാ കിട്ടുന്നില്ല. എന്റെ പെമ്പർന്നോളെ ഒരു നിലക്കും പിടിച്ചാ കിട്ടുന്നില്ല. ഒരു രക്ഷയില്ല ഉസ്താദേ, ഞാൻ കുടുങ്ങി. അപ്പൊ ഇദ്ദേഹത്തോട് ഉസ്താദ് ചോദിച്ചു, എന്താ പ്രശ്നം? ഒന്നുമല്ല, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കൂല, എത്ര ഉപദേശിച്ചാലും കേൾക്കാത്ത സ്വഭാവം. ഹതഭാഗ്യരായ സ്ത്രീകളാണവര്. ഭർത്താക്കന്മാരെ തിരസ്കരിക്കുന്നത്, ഭർത്താക്കന്മാരെ ധിക്കരിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണെന്ന് മറക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, 5 നേരം നിസ്കരിക്കുന്ന ഒരു പെണ്ണ്, റമദാനിൽ നോമ്പെടുക്കുന്ന പെണ്ണ്, തന്റെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ച പെണ്ണ്, അതോടൊപ്പം അവൾ മരിക്കുന്ന സമയത്ത് അവളെ ഭർത്താവിന്റെ പൊരുത്തവും കൂടി അവൾക്കുണ്ടെങ്കിൽ മാത്രമേ അവളെ നിസ്കാരത്തിന് വിലയുള്ളൂ, അവളുടെ നോമ്പിന് വിലയുള്ളൂ. അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ വഴിപ്പെടേണ്ടത്, അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്റെ ഭർത്താവിനെയാണ്. ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ വീട് വിട്ടിറങ്ങി പോകാൻ പാടില്ല. ഭർത്താക്കന്മാരെ സമ്മതമില്ലാതെ ഹജ്ജിന് പോലും പോവണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എത്ര തതുല്യമായ സംഭവങ്ങൾ നടന്നു. സ്വന്തം പിതാവ് മരിച്ചിട്ട് പോലും പോവണ്ട പെണ്ണേ, നിന്റെ ഭർത്താവ് എന്താ പറയുന്നത് അതിനനുസരിച്ചേ നീ ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ കാരുണ്യദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭാര്യമാരുണ്ട്, എന്തിനാ ഇപ്പൊ മൂപ്പര സമ്മതം? മൂപ്പര സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് പോണതിന് ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു തടസ്സമില്ല എന്ന് കരുതിയിട്ട് അസുഖബാധിതനായ ഭർത്താവിനെ, അല്ലെങ്കിൽ ജീവിതത്തിൽ കൂടെ നിൽക്കുന്നതിന് പകരം വിട്ടുനിൽക്കുന്ന ചില ഭാര്യമാർ, സ്വന്തം സുഖമാകൊണ്ട് വിദേശത്ത് മക്കളുണ്ട്, മരുമകനുണ്ട്, മരുമകന്റെ കൂടെ ഒരു മാസത്തെ വിസിറ്റിന് പോകുന്ന ഉമ്മ, അതല്ലെങ്കിൽ അത്തരം ഒരു റൂട്ട് ഭർത്താവിനോട് വിധേയത്വം എന്നതില്ലാതെ നീങ്ങുന്ന പെങ്ങളെ, നിനക്ക് അപകടം പതിയിരിക്കുന്നു. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ എങ്ങാനും ഈ ലോകത്തു നിന്ന് മരണം സംഭവിച്ചാൽ ഉമ്മയെ അള്ളാഹു കാക്കട്ടെ, സഹോദരിയെ അള്ളാഹു കാക്കട്ടെ, നിന്റെ ഏറ്റവും വലിയ പരാജയം അതുതന്നെയാണ്. നേരെ മറിച്ച് സ്വന്തം ഭർത്താവിന് ഖിദ്മത്തെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തൊരു പെണ്ണ് കൂടുമ്പോ
അവൾ ജിഹാദ് ചെയ്യുന്ന പെണ്ണാണ്. വാനതയെ പടക്കളത്തിലിറങ്ങി ഇസ്ലാമിന് വേണ്ടി വലിയ ജിഹാദ് ചെയ്യുന്ന, ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്ന, ഇസ്ലാമിന് വേണ്ടി പ്രചരണം നടത്തുന്ന, ദഅവാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആ മഹാന്മാർക്ക് കിട്ടുന്ന പ്രതിഫലമമ്മ ഭർത്താവിനെ അനുസരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാണെന്നത് മറക്കണ്ട. ചുരുക്കി പറയട്ടെ, ഉസ്താദിന്റെ മുമ്പിൽ ഇയാൾ വന്നിട്ട് പറയുന്നത്, ഉസ്താദേ എന്റെ ഭാര്യ പറഞ്ഞാൽ കേൾക്കുന്നില്ല, എന്ത് പറഞ്ഞാലും 5 മിനിറ്റാണ് ഞാൻ ഉപദേശിച്ചതെങ്കിൽ 50 മിനിറ്റ് അവൾ ഇങ്ങോട്ട് എന്നെ ഉപദേശിക്കും. സുബ്ഹാനല്ലാഹ്. 1 മണിക്കൂർ ഞാൻ അവളെ ഇരുത്തി നല്ലത് പറഞ്ഞു കൊടുത്താൽ 4 മണിക്കൂർ ഞാൻ ഇങ്ങോട്ട് സഹിക്കേണ്ടി വരും. ഒരു രക്ഷയില്ല. നിക്കവിടെ ഞാൻ പറയുന്നത് കേൾക്കുന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു അദാബ്. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഉസ്താദ് പറഞ്ഞ് ഇതിന് തകിടുകൊണ്ട് കാര്യമില്ല, ഇതിന് വേറുള്ള ചികിത്സ കൊണ്ട് കാര്യം ഉണ്ടാവൂല. ഞാൻ നിങ്ങൾക്ക് 2 ഹിക്മത്ത് പറഞ്ഞുതരാ, ഭർത്താക്കന്മാര് നോട്ട് ചെയ്യണം. നിങ്ങളോടും പറയാണ്, വലിയൊരുനാള് കഴിയാതെ ഈ പേപ്പർ പുറത്തെടുക്കരുത്. കാരണം അത് കേൾക്കുന്നതിൽ ചിലപ്പോൾ നിങ്ങളെ ഭാര്യ ഉണ്ടാകും, അതല്ലെങ്കിൽ ഇത് എവിടുന്നെങ്കിലൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആകണം. എല്ലാം ഞാൻ ഇതിന്റെ ഫലം നേരെ എതിരായി പോവും. അങ്ങനെയാണ് ഉണ്ടാവല്. പലപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോ പറയാ, നിങ്ങൾ വന്നിട്ട് ഇപ്പൊ നമ്മളെ നന്നാക്കാൻ വരുന്നതൊക്കെ വയല് കേട്ടുങ്ങാണ്ട് കൊണ്ടുവരുന്നതല്ലേ, അതൊക്കെ 2 ദിവസം ഉണ്ടാവുള്ളൂ തോന്നും. നിങ്ങൾ തന്ത്രപരമായി ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭാര്യയോട് എപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? വല്ലാഹി നിന്നെ ഞാൻ വിവാഹം ചെയ്തു, കല്യാണം കഴിഞ്ഞു. ഇനി മേലാൽ ഞാൻ വേറെ ഒരു കല്യാണം കഴിക്കുകയില്ല. 2ാം കെട്ട് എന്ന പദ്ധതി എന്റെ അജണ്ടയിൽ ഇല്ല എന്ന് പറഞ്ഞ് ഭാര്യയെ ബോധ്യപ്പെടുത്താൻ ഭർത്താവ് ശ്രദ്ധിക്കണം. എന്താ സംഭവം എന്നറിയോ? എല്ലാ പെണ്ണിന്റെയും മനസ്സിലുണ്ട്, ഇവിടെ ഉള്ളവരെന്നാണ് എനിക്കറിയില്ല, ഏതായാലും എല്ലാവരെയും മനസ്സിലുള്ള ഒരു കാര്യമാണ്. സംഗതിയൊക്കെ ശരിയാണ്, മക്കളുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇയാളെങ്ങാനും വേറെ കെട്ടുവോ എന്നുള്ളൊരു സംശയം ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ട്. ഇയാളെങ്ങാനും പഠിച്ചവനെ വേറെ എങ്ങനെയും പോയി അവിടെയും ഇവിടെയൊക്കെ നടക്കുന്ന ആളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആളാണ്. ഇയാള് വേറെ കെട്ടുവോ എന്നുള്ള സംശയം സ്ത്രീകളെ മനസ്സിലുണ്ട്. ഇല്ല എന്നൊക്കെ അവർ പറയും. ചിലപ്പോ ചില സ്ത്രീകൾ ചോദിക്കുകയും ചെയ്യും, ഞാൻ മരിച്ചാ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോന്ന്. ഞാൻ മരിച്ചാ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ? അത്ര പറഞ്ഞാൽ അത്രയും നമ്മൾ വേറെ ഒരു സഹോദരിയെ പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ അവരുമായി വിവാഹം നടത്തി ഇവർക്ക് സമ്മതമല്ല. അതുകൊണ്ട് മിക്ക ഭർത്താക്കന്മാര് 2ാം കെട്ട് ആഗ്രഹിക്കുകയും വേണ്ട. ഞാൻ പറയാം, 2ാം കെട്ട് എന്ന് പറഞ്ഞ സംഗതി അത്രയും വിഷമം പിടിച്ച സംഗതി വേറെ ഇല്ല. റസാനത്ത് പറഞ്ഞ പോലെ ഒരു വടീന്റെ 2 തലക്ക് തീ കൊടുത്ത് നടു കുടുങ്ങിയ ഉറുമ്പിന്റെ മാതിരിയാണ്, ഒരു രക്ഷയില്ല. 2 തലക്കിലും തീ കൊടുത്തിട്ട് നടുവിലൊരു വടീന്റെ നടുവിലൊരു ഉറുമ്പ് കുടുങ്ങിയ ഈ ഉറുമ്പ് എങ്ങോട്ടാ പോവുക? ഇങ്ങോട്ട് പോയാലും ദേഷ്യം, ഇങ്ങോട്ട് പോയാലും ചൂട്, അങ്ങോട്ട് പോയാലും ചൂട്, ഇതാകെ കുടുങ്ങും. എന്റെ ഉപ്പ വയല് പറഞ്ഞ് അവർക്ക് കേട്ടൊക്കെ ഒരു ഉദാഹരണം എന്താണ്? 2 പെണ്ണ് കെട്ടിയ വീട്ടിലൊരു കള്ളം കടന്ന കഥ പറയും ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ? ആചാര്യക്ക് 2 പെണ്ണുങ്ങളുണ്ട്, ഒന്ന് മുകളിലും ഒന്ന് താഴെയും. ആചാര്യ വീട്ടിലില്ലാത്ത സമയത്ത് കള്ളം കയറി. അപ്പോ സാധാരണഗതിയിൽ താഴെയുള്ള പെണ്ണിന്റെ ഊഴമാണ് അന്നത്തെ ദിവസം. അന്ന് അവളെടുത്ത് താമസിക്കണമെന്നാ. കള്ളന് അറിയില്ലല്ലോ. കള്ളൻ നേരെ വന്ന് മേലോട്ടാണ്, സ്റ്റെയർകേസിന് നേരെ മേലോട്ടാ കയറിയത്. ഇവള് താഴെയുള്ള പെണ്ണ് വെളുക്കും കത്തിച്ച് ലൈറ്റൊക്കെ ആ 0 ബൾബൊക്കെ ഇട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഭർത്താവ് വരുന്നതും കാത്തിട്ട്. അപ്പോഴാണ് ഒരാൾ മേലോട്ട് പോകുന്നത് കണ്ടത്. ഇവള് നേരെ ചെന്ന് കോണിന്റെ ഇടയിൽ കൂടെ കാലവിടെ പിടിച്ചു വെച്ചു എന്നാണ്. ഒറ്റപ്പിടുത്തം. വിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഇന്നത്തെ ഇവിടുത്തെ ദിവസം ക്യാൻസൽ ആക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണോ? അപ്പൊ മുകളിലെ പെണ്ണ് എണീച്ചു, സുബ്ഹാനല്ലാഹ്, അത് ശരി, എന്നോടുള്ള സ്നേഹഭാരത്താൽ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് അവൾ തടയാണോ? ഇവൾ മോളിന്നും പിടിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ കള്ളനെ മോളിന്നും പിടിച്ച് താഴെയുള്ള ഭാര്യയും പിടിച്ച്. സുബ്ഹാന ജല്ല ജലാലുഹു. നേരം പുലരുന്നത് വരെ വലിയാണ്. അങ്ങോട്ട് വലിക്കുന്നത്, താഴോട്ട് വലിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇയാള് പറഞ്ഞു നോക്കി, ഞാൻ ആചാരല്ല. അങ്ങനൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് വിടൂല. മറ്റോളും പറഞ്ഞ അങ്ങനെ വിടൂല. സുബ്ഹാനല്ലാഹ്. സുബഹിയായപ്പോഴേക്ക് ഇവൻ പറയാണ്, എന്റെ ഒരൊറ്റ ഏപ്പ് നല്ല എന്റെ ഒരൊറ്റ കണക്ഷനുള്ള ഒരൊറ്റ എല്ലിനും ഇനി നല്ല നിലക്ക് ജീവിക്കാൻ കഴിയൂല. ഇറങ്ങി പോകുമ്പോ പറഞ്ഞോലോ, വല്ലാഹി 2 പെണ്ണുള്ള വീട്ടിൽ ഇനി ഞാൻ കേറൂല. ഏത് 2 ഭാര്യമാരുള്ള വീട്ടില് ഇനി ഞാൻ ജന്മത്ത് കക്കാൻ കേറൂല. കേറിയതോ ഇനി കയറാൻ പറ്റൂല. അന്ന് പൂർവികരായ നമ്മളെ ഉലമാക്കളെ വയലില് അവർ കൊടുക്കുന്ന ഉദാഹരണങ്ങളാണ്. ബാപ്പ പലപ്പോഴും ഈ ഉദാഹരണം പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് 2 പെണ്ണിന്റെ കോലം. അതുകൊണ്ട് അത് വലിയൊരു ഏർപ്പാടാണ്, നല്ലൊരു പരിപാടിയാണെന്ന് ആരും മനസ്സിലാക്കണ്ട. ഒരു സൗകര്യം ഉണ്ടാവില്ല, വല്ലാത്തൊരു ഇടങ്ങറ് തന്നെയാണ്.